ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഓക്കെ, എ 40-year-old woman presents with central obesity, moon face, and purple striatum. Her 24-hour urine cortisol is evaluated. Which is the best initial screening test to confirm Okay, 40-year-old women presents with central obesity, moon face ഉണ്ട് and palpate purple striatum ഉണ്ട്. Her 24-hour urinary cortisol is elevated ആണ്. Which is the best initial screening test to ensure plasma ACTH levels നോക്കാം. Overnight low dose dexamethasone suppression test, high dose dexamethasone suppression test, then MRI pituitary. Okay. ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ. ദ ലോ ഡോസ് ഡെക്സാമിഥസോൺ സപ്രഷൻ ടെസ്റ്റ്. ഓക്കെ, നമുക്ക് എന്താണ് കുഷിംഗ് സിൻഡ്രോം റിക്വയേഴ്സ് കൺഫർമേഷൻ ഓഫ് എക്സസ് കോർട്ടിസോൾ. എക്സസ് ആയിട്ട് കോർട്ടിസോൾ വരുന്നതിന്റെ ഒരു കൺഫർമേഷൻ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ കുഷിംഗ് സിൻഡ്രോം ഇനിഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്തൊക്കെയാണ്? ലോ ഡോസ് ഡെക്സാമിഥസോൺ സപ്രഷൻ ടെസ്റ്റ്, ദെൻ 24-hour യൂറിൻ ടെസ്റ്റ്, യൂറിൻ കോർട്ടിസോൾ, ദെൻ ലേറ്റ് നൈറ്റ് salivary cortisol ഉണ്ട്. ഓക്കെ, സോ ലോ ഡോസ് ഡെക്സാമിഥസോൺ ടെസ്റ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ലോ ഡോസ് ആയിരിക്കാം. ഓക്കെ, ലാർജ് ഡോസ് എന്ന് പറയുമ്പോൾ ഡൺ ആഫ്റ്റർ കൺഫർമേഷന് ശേഷം മാറാം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following lesions is caused by septic microemboli in ineffective carditis? Sorry, ineffective അല്ല, not infective endocarditis. Okay. Which of the following lesions is caused by septic microemboli in infective endocarditis? Osler nodes, Roth nodes, Janeway limbs, and clubbing. ആൻസർ സി ആണ്, ജെയിൻവേസ് ലീഷൻ ആണ് കേട്ടോ. ജെയിൻവേസ് ലീഷൻ. ഓക്കെ, സി ആണ് കറക്റ്റ് ആൻസർ. ജെയിൻവേ ലീഷൻസ് എന്ന് പറയും. എന്താണ് ജെയിൻവേ ലീഷൻസ് എന്ന് പറയുമ്പോൾ പെയിൻലെസ് ഡ്യൂ ടു സെപ്റ്റിക് എംബോളൈ കൊണ്ടുവരുന്നതാണ്. വാസ്കുലാർ ഫിനോമിനയാണ് നമ്മുടെ ജെയിൻവേ ലീഷൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു പെയിൻലെസ് ആയിട്ടുള്ള സെപ്റ്റിക് എന്തുകൊണ്ടാണ് വരുന്നത്? സെപ്റ്റിക് എംബോളൈ കൊണ്ടാണ്, വാസ്കുലാർ ഫിനോമിന കൊണ്ടാണ്. ഓസ്ലർ നോട്ട്സ് എവിടെയാണ്? പെയിൻഫുൾ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആണ് ഓസ്ലർ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റോത്ത് ടെസ്റ്റ് റെറ്റിനൽ ഡിറ്റാച്ച് ഹെമറേജിനും വിത്ത് ഇമ്മ്യൂൺ ബാൻഡ്സ് ബേസിസ് ആണ് റോത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലബിംഗ് ക്രോണിക് ഹൈപ്പോക്സി ഒക്കെ ഉണ്ടെങ്കിലാണ് ക്ലബിംഗ് കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ യങ് നോൺ സ്മോക്കർ ഡെവലപ്ഡ് സിവിയർ എംഫൈസീമ predominantly in lower lobes ആണ്. Which condition is most likely? Cystic fibrosis, alpha-1 antitrypsin deficiency, tuberculosis, bronchiectasis. ഏതാണ്? യങ് നോൺ സ്മോക്കർ ഡെവലപ്സ് സിവിയർ എംഫൈസീമ predominantly in lower lobes. ബി ആണ് കറക്റ്റ് ആൻസർ. ആൽഫ-1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, ക്ലാസിക് പ്രസന്റേഷൻ എന്താണ്? ഒരു യങ് ഏജ്, നോൺ സ്മോക്കർ, ലോവർ ലോബ് സീനർ. ഓക്കെ, സോ ഡ്യൂ ടു ജനറ്റിക് ഡെഫിഷ്യൻസി ഓഫ് ആൽഫ-1 ആന്റിട്രിപ്സിൻ ആണ് എന്തിന്റെയൊക്കെ കാരണം? ഇതിന്റെയൊക്കെ കാരണം. ഓക്കെ, സോ 30 യങ് നോൺ സ്മോക്കർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് സിവിയർ എംഫൈസീമ വന്നു. ഓക്കെ, ആൽഫ-1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി. Which of the following interventions helps reduce intracranial pressure by causing cerebral vasoconstriction? Okay, ഏതാണ്? കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓപ്ഷൻസ് ഉണ്ട്. ഹൈപ്പർ കാപ്നിയ ഉണ്ട്, ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ട്, ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ട്, ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ട്. സി ആണ് കറക്റ്റ്. എയും അല്ല, ബിയും അല്ല, സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഹൈപ്പർ വെന്റിലേഷൻ ആണ്. എന്താണ് ഹൈപ്പർ വെന്റിലേഷൻ? എന്താ നടക്കുന്നത്? ഹൈപ്പോ കാപ്നിയ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കളയുക ചെയ്തത്. ഹൈപ്പർ വെന്റിലേഷൻ വരുമ്പോൾ എന്താണ്? എക്സസ് ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ആവും. സോ ഡിക്രീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ലെവലാണ്, ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പോ
ക്യാപ്നിയ എന്ന് പറയാം. കാർബൺ ഡയോക്സൈഡ് ഈസ് എ വാസോ ഡയലേറ്റർ ആണ്. റിഡക്ഷൻ കോസസ്. സോ ഹൈപ്പർ വെന്റിലേഷൻ ടൈമിൽ എക്സസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് നഷ്ടമാകും. ദാറ്റ് ലീഡ്സ് ടു ഹൈപ്പോകാപ്നിയ. ദെൻ കാർബൺ ഡയോക്സൈഡിന് ഒരു വാസോ ഡയലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ എന്തൊക്കെ റിഡക്ഷൻ കോസസ് എന്തൊക്കെയാണ്? സെറിബ്രൽ വാസോ കൺസ്ട്രക്ഷൻ, ഡിക്രീസ്ഡ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ, ബ്ലഡ് വോളിയം, ദെൻ ICP കുറയും. ഓക്കെ, സോ യൂസ്ഡ് ആസ് എ ടെമ്പററി. അവസാന പേഷ്യന്റ് എന്താണ്? ICP കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ടെമ്പററി മെഷർ ആണ് ഇൻ അക്യൂട്ട് ICP റൈസോസ്കോപ്പി. അതായത് സെറിബ്രൽ വാസോ കൺസ്ട്രക്ഷൻ, സെറിബ്രൽ ബ്ലഡ് വോളിയം, ദെൻ ICP ഇന്റർക്രാനിയൽ പ്രഷർ കൂടാം പേഴ്സൺ ആകാൻ. ഓക്കെ. ഓക്കെ. Which of the following is the earliest marker of kidney damage in CKD? ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന് ഏത് മാർക്കറാണ് കിഡ്നി ഡാമേജിന് കാണിക്കുന്നത്? ഓക്കെ, ഏർലിസ്റ്റ് മാർക്കർ ഓഫ് കിഡ്നി ഡാമേജ് ഇൻ CKD ഏർലിസ്റ്റ് മാർക്കർ ഏതാണ്? എലിവേറ്റഡ് സിറം ക്രിയാറ്റിൻ ആണോ, റെഡ്യൂസ്ഡ് യൂറിനറി ഔട്ട്പുട്ട് ആണോ, മൈക്രോ ആൽബുമിനൂറിയ ആണോ, ഹൈപ്പർ കലീമിയ ആണോ? ഓക്കെ, നോക്കാം. മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈൻ ആണ് നമ്മുടെ ഏർലി കിഡ്നി ഡാമേജ് ആണ് കാണിക്കുന്നത്. എസ്പെഷ്യലി ഈ ഡയബറ്റിക്, കൂടുതലും നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതി പേഷ്യൻസിനാണ് കേട്ടോ. സിറം ക്രിയാറ്റിൻ റൈസ് ചെയ്യും, പക്ഷെ അത് ലേറ്റ് ആയിട്ട് ഇത് റൈസ് ചെയ്തുള്ളൂ. യൂറിൻ ഔട്ട്പുട്ട് ഓഫൺ റിമെയിൻസ് നോർമൽ ഇനിഷ്യലി. ആദ്യം എന്താണ് ഇനിഷ്യലി എന്താണ് ഒന്ന് കുറഞ്ഞു നിൽക്കും. ഓക്കെ. ഓക്കെ, then urine output often remains normally ആണ് ഇനിഷ്യൽ. സോ electrolyte disturbances occurs and advanced stages.